അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വത്തക്ക അഥവാ തണ്ണിമത്തനും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു വലിപ്പമുള്ളൊരു തണ്ണിമത്തൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ കറക്റ്റ് 1.5 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് പാലൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ആണ്. സാധാരണ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ പൗഡർ തന്നെ. 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പാലും ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടായി കിടക്കുന്ന ഈ ഒരു പാലിലേക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങ് കുറുകി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ ഇവിടെ കുറുകി കിട്ടും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കണം. ഇനി ഒരുപാട് ഇതങ്ങ് കുറുക്കരുത്. ഇനി ഇതിൻ്റെ ചൂട് നല്ല പോലെ തന്നെ ഒന്ന് പോകുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കൂടാതെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കസ്കസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ടീസ്പൂൺ കസ്കസും കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇവിടെ പൊങ്ങി കിട്ടുന്നതാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു തണ്ണിമത്തന് 2ആയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടെടുക്കുകയാണ്, കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ആണ്. അതിൻ്റെ ചൂട് നല്ലപോലെ പോയതിനു ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മിക്സിയിലിട്ടൊന്ന് അടിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇത് ഇതുപോലെ ഒന്ന് കുറുകി വരുന്നതാണ്. ഒരുപാട് അങ്ങ് ഇത് കുറുകിയിട്ടല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു തണ്ണിമത്തനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് കുതിരാൻ വെച്ചിരുന്ന ഈ ഒരു കസ്കസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കസ്കസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് പകരം കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു മിക്സ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ലപോലെ ഇളക്കുകയാണ്. നമ്മളിത് നല്ല തണുപ്പോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഐസ് കട്ട പൊടിച്ചതും കൂടെ നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഐസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഐസ് ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റോസ് സിറപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ തണ്ണിമത്തൻ കൊണ്ടുള്ള നല്ല വ്യത്യസ്ത രുചിയിലുള്ള ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് നല്ല തണുപ്പോട് കൂടിയിട്ട് കഴിക്കാനാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മളിത് ഒരുപാട് നേരം ഒന്നും വെക്കരുത് കേട്ടോ. ഉണ്ടാക്കിയതിന് ശേഷം അപ്പം തന്നെ കുടിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അഥവാ നിങ്ങൾ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ എടുത്ത് വെക്കണം.
തണ്ണിമത്തൻ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.